മാലദ്വീപ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കവും ഉണ്ടാകില്ലെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഉറപ്പു നൽകി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരണമൊരുക്കി. രാജ്ഘട്ടിലെത്തിയ മുയിസു മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മാലിദ്വീപ് സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. സമുദ്രമേഖലയിലെ സുരക്ഷയിലടക്കം ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും. മാലിദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. फ्रेंड्स, डेवलपमेंट पार्टनरशिप हमारे संबंधों का अहम स्तंभ है और हमने इसमें हमेशा मालदीव के लोगों की प्राथमिकताओं को प्रमुखता दी है. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കൂ എന്ന് മാലിദ്വീപ് പ്രസിഡന്റ് വ്യക്തമാക്കി. മാലിദ്വീപ് ചൈനയോട് കൂടുതൽ അടുക്കുന്നുവെന്ന നിരീക്ഷണങ്ങൾക്കിടെയാണ് ആദ്യ ഉഭയകക്ഷി ചർച്ചയ്ക്കായി മുഹമ്മദ് മുയിസു ഇന്ത്യയിലെത്തിയത്. 24 ഡൽഹി. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ച UAE അധികൃതർ. പൊതുമാപ്പിന്റെ കാലാവധി നീട്ടില്ല. ഒക്ടോബർ 31 ശേഷം അനധികൃത താമസക്കാരെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധന കർശനമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഒരു മാസം പിന്നിടുകയാണ്. ഈ മാസം 31-നുള്ളിൽ രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് പൊതുമാപ്പിലൂടെ അധികൃതർ നൽകുന്നത്. ഒക്ടോബർ 31-ന് ശേഷം അനധികൃത താമസക്കാരെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധന കർശനമാക്കുമെന്ന് ICB റെസിഡൻസ് വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുൽത്താൻ യൂസഫ് അൽ നുഐമി പറഞ്ഞു. പൊതുമാപ്പിന് ശേഷം പിടികൂടി നാട് കടത്തുന്നവർക്ക് രാജ്യത്തേക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത വിധം പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ 800-51-11 വിളിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഇന്ത്യക്കാർ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് വീണ്ടും ഓർമ്മിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും എല്ലാ സഹായവുമായും രംഗത്തുണ്ട്. 24 ദുബായ്. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനൊരുങ്ങി ഷാർജ. കവി റഫീഖ് അഹമ്മദ് ഔദ്യോഗിക ക്ഷണിതാവായി പങ്കെടുക്കും. നവംബർ 6 മുതൽ 17 വരെയാണ് പുസ്തകമേള. എല്ലാ ദിവസവും രാവിലെ കവിയരങ്ങ് ഉൾപ്പെടെയുള്ള പ്രത്യേകതകളോടെയാണ് പുസ്തകോത്സവത്തിന് പുതിയ എഡിഷന് തിരിതെളിയാൻ ഒരുങ്ങുന്നത്. 6 ഭാഷകളിൽ നടക്കുന്ന കവിയരങ്ങിൽ മലയാളത്തിൽ നിന്ന് റഫീഖ് അഹമ്മദ് പ്രത്യേക ക്ഷണിതാവായി എത്തും. തുടക്കം ഒരു പുസ്തകമെന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 112 രാജ്യങ്ങളിലെ 2520 പ്രസാധകർ പങ്കെടുക്കാനെത്തും. 400 കൃതികൾ ഇത്തവണ മേളയിൽ പ്രകാശനം ചെയ്യും. 1357 സാംസ്കാരിക പരിപാടികൾ മേളയിൽ നടക്കും. 63 രാജ്യങ്ങളിലെ 250 ആളുകളാണ് അതിഥികളായി ഇത്തവണ പങ്കെടുക്കുക. മേളയുടെ മുന്നോടിയായി നടക്കുന്ന പ്രസാധക സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് 52 പ്രസാധകരുണ്ടാകും. ബുക്കർ പ്രൈസ് ജേതാവും ബൾഗേറിയൻ കവിയുമായ ഗ്യോർഗി ഗുസ്ബൊദിനോ, പാകിസ്ഥാനി എഴുത്തുകാരി അംന മുഫ്തി, ബ്രിട്ടീഷ് എഴുത്തുകാരൻ താഹിർ ഷാ തുടങ്ങിയവരാണ് അതിഥികളായി പങ്കെടുക്കുക. ബോളിവുഡ് നടി ഹുമ ഖുറേഷിയാണ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു അതിഥി. കുട്ടികൾക്കായി പ്രത്യേക പരിപാടികളും മേളയിൽ ഒരുക്കുന്നുണ്ട്. ഭക്ഷണപ്രേമികൾക്കായി ഷെഫ് കോർണറും ശില്പശാലകളും മേളയുടെ ഭാഗമായി നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. 5 വർഷത്തിനകം കാർഷിക ഉൽപാദനം 20% വർദ്ധിപ്പിക്കുമെന്ന് UAE. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്ലാൻ ദി എമിറേറ്റ്സ് എന്ന പേരിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രാദേശിക ഉൽപാദനം കൂട്ടാൻ ദേശീയ കാർഷിക കേന്ദ്രം സ്ഥാപിക്കും. ഓരോ സ്കൂളിലും വീട്ടിലും ഒപ്പം പുതിയ തലമുറയിലും കാർഷിക സംസ്കാരം പ്രചരിപ്പിക്കുക എന്നതാണ് ദേശീയ പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ജൈവ കൃഷിയിടങ്ങളുടെ എണ്ണത്തിൽ 25% വർധനയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 2ാമത്തെ ഷോറൂം ദുബായിൽ തുറന്നു. സിനിമാ താരം വിദ്യാ ബാലനാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. ദുബായ് ബർഷ ലുലുവിലാണ് ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പായ മോറിഗാബ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 2ാമത് ഷോറൂമാണ് UAEയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ദുബായ് ബർഷ ലുലുവിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം വിദ്യാ ബാലൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷ്കയുടെ 2 ശാഖകളിൽ നിന്നും ആദ്യ 2 ദിവസത്തേക്ക് വാങ്ങുന്ന പകുതി സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. സ്വർണ്ണ വ്യാപാര രംഗത്ത് പരിപൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് പണിക്കൂലി ഉൾപ്പെടെയുള്ള വിലവിവരങ്ങൾ പ്രൈസ് ടാഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയുടെ പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങളുടെ വലിയ ശേഖരണമാണ് നിഷ്കയെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്നും നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ചെയർമാൻ CM നിഷിൻ തസ്ലീം പറഞ്ഞു. ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണിത്. കൂടുതൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ 2ാമത്തെ ഷോറൂമിൻ്റെ കൂടി ഇനാഗുറേഷനാണ്. നമ്മളൊരു 100 സ്റ്റോർ വിഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ 2ാമത്തെ അച്ചീവ് ചെയ്തതിൽ ഏറ്റവും ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടിയാണ് നമ്മളത്.
അതിലൊരു നല്ലൊരു സ്റ്റെപ്പ് കൂടിയായി മാറിയതിൽ വളരെ സന്തോഷമാണ്. അതൊരു വളരെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു മാർക്കറ്റ് കൂടിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. കാരണം ഇന്ത്യൻ എക്സ്പാറ്റ്സ് കൂടുതൽ ഇതിൻ്റെ ഭാഗത്തിൽ താമസിക്കുന്നതിൻ്റെ ഫീഡിങ് ഏരിയയിലാണ് ഇവർ കൂടുതൽ താമസിക്കുന്നത്. നല്ലൊരു പൊട്ടൻഷ്യലുള്ള മാർക്കറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷന് പ്രിഫർ ചെയ്തത്. വൺ ഓഫ് ദി ബെസ്റ്റ് ലൊക്കേഷനാണ് ദുബായിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്. 10 വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ 100 ഔട്ട്ലെറ്റുകളും IPOയും അടുത്ത 10 വർഷത്തിനുള്ളിൽ 900 മില്യൺ ദിർഹത്തിന് നിക്ഷേപം നടത്താനുമാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ ജിദ്ദ ഹോസ്പിറ്റൽ ചെയർമാൻ VP മുഹമ്മദ് അലി, ഫ്ലോറ ഹോട്ടൽസ് ചെയർമാൻ VA ഹസൻ എന്നിവർ പങ്കെടുത്തു. 24 ദുബായ്. ഷാർജ ഏകത നവരാത്രി സംഗീതോത്സവം വെള്ളിയാഴ്ച തുടങ്ങും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സംഗീതോത്സവത്തിൽ ഗൾഫിലെയും ഇന്ത്യയിലെയും സംഗീത പ്രതിഭകൾ പങ്കെടുക്കും. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ തുടർച്ചയായി സംഗീതാർച്ചനകൾ നടക്കും. ഈ വർഷത്തെ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാറിന് സമ്മാനിക്കും. ഞായറാഴ്ച രാവിലെ 5 മുതൽ 9 വരെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ. വൈകിട്ട് ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത സദസ്സും ഉണ്ടായിരിക്കും. നവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിന് പുറത്തു നടക്കുന്ന ഏറ്റവും ബൃഹത്തായ സംഗീതോത്സവമാണ് ഷാർജ ഏകത നവരാത്രി സംഗീതോത്സവം. കനേഡിയൻ മലയാളി അസോസിയേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മിസിസാഗിയിലെ ബെൻഹാം തോർപ്പ് കമ്മ്യൂണിറ്റി സെന്ററിലായിരുന്നു ആഘോഷം. കാനഡയിൽ നിന്ന് മീനു ചേലാടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കനേഡിയൻ മലയാളി അസോസിയേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ ആഭിമുഖ്യത്തിൽ സമൃദ്ധി എന്ന പേരിൽ നടത്തിയ ഓണാഘോഷ പരിപാടി കുട്ടികളടക്കം അണിനിരുന്ന വൈവിധ്യമാർന്ന കലാകായിക പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. സംഘടനയുടെ പ്രസിഡന്റ് വിജയനാഥൻ, മെഗാ സ്പോൺസർ മനോജ് കരാത്ത, സണ്ണി ഫിലിപ്പോസ്, വർഗീസ്, ദിഗേഷ് എന്നിവർ ചേർന്ന് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ലക്കി ഡ്രോയിൽ വിജയിച്ച വർഗീസ് സ്പോൺസർ മനു രാമചന്ദ്രനിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങി. ബെർലിൻ, ജെറിൻ, ഹരികൃഷ്ണൻ പന്നിക്കുഴി തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. 24 USA. ന്യൂയോർക്ക് ലോങ് ഐലൻഡിൽ ഫ്രണ്ട്സ് ഓഫ് ലോങ് ഐലൻഡ് മലയാളി കൂട്ടായ്മ ഓണം ആഘോഷിച്ചു. സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയ ഓഡിറ്റോറിയത്തിലായിരുന്നു ആഘോഷം. മാവേലിയും ചെണ്ടമേളവും ഒക്കെ അരങ്ങ് തകർക്കുമ്പോൾ ആവേശം സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ രംഗണനും അമ്പാനും കടന്നുവന്നത് ആഘോഷത്തെ വ്യത്യസ്തമാക്കി. പരിപാടിയിൽ 250ഓളം മലയാളികൾ പങ്കെടുത്തു. മലപ്പുറം പരാമർശത്തിൽ ഗവർണറുടെ ഇടപെടൽ. മുഖ്യമന്ത്രിയുടേതായി പുറത്തുവന്ന മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ വിളിപ്പിച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ടെത്തി വിഷയം വിശദീകരിക്കാനാണ് നിർദ്ദേശം. മലപ്പുറത്ത് നിന്ന് പിടികൂടുന്ന സ്വർണവും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിശദീകരിച്ചുവെങ്കിലും അസാധാരണ നടപടിയിലൂടെ വിഷയം കടുപ്പിക്കാനാണ് ഗവർണറുടെ നീക്കം. ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും വിശദീകരണത്തിനു ശേഷം മറ്റു നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കും. മുഖ്യമന്ത്രിയോട് ഇടഞ്ഞ ശേഷം PV അൻവർ ആദ്യ പൊതുസമ്മേളനം നടത്തിയ മലപ്പുറം ചന്തക്കുന്നിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM. PV അൻവർ വർഗശത്രുവെന്ന് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. PV അൻവർ ശ്രമിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കയ്യടി വാങ്ങാനാണെന്നും A. വിജയരാഘവന്റെ ആരോപണം. വിവാദങ്ങൾക്കിടെ PV അൻവർ നാളെ നിയമസഭയിലെത്തും. പ്രതിപക്ഷ നിരയിലാകും ഇരിപ്പിടം. പ്രതികൂല കാലാവസ്ഥയിലും 100 കണക്കിന് പ്രവർത്തകരെ ചന്തക്കുന്നിൽ അണിനിരത്തിയാണ് CPIM അൻവറിന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിക്കും പോലീസിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഉദ്ഘാടകനായ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കമ്മ്യൂണിസ്റ്റുകാർ നല്ല നിലയിൽ ചിന്തിക്കുകയാണ്. എന്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം, സമാധാനം പോകണം, കാര്യം പോകണം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മൾ നാട്ടിലുണ്ട്. മനസ്സിലായ ഞങ്ങൾ? അവരുടെ കയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ നടത്താറില്ല. ആ പ്രവർത്തനമാണ് ആര് നടത്തിയത്? PV അൻവർ നടത്തിയത്. തൃശൂരിൽ സുരേഷ് ഗോപിയെ സഹായിച്ചത് കോൺഗ്രസും ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ ജാതിമത സംഘടനകളും. സുരേഷ് ഗോപിയും ഭാര്യയും രാവിലെ പള്ളിയിൽ പോയി പാടുകയായിരുന്നുവെന്ന് A. വിജയരാഘവന്റെ പരിഹാസം. ക്രിസ്ത്യൻ പള്ളിയിലേക്കല്ലേ നമ്മളെ BJP സ്ഥാനാർത്ഥിനെ വിളിച്ചു വരുത്തി കൊണ്ടുപോയത്? തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ രാവിലെ പാട്ട്. വലത്തു ഭാഗത്ത് സുരേഷ് ഗോപി, ഇടത്ത് ഭാഗത്ത് സുരേഷ് ഗോപിയുടെ ഭാര്യ, രണ്ടാളും കൂടി പള്ളിയിൽ പാട്ട് പാടുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് മുന്നിൽ CPIM കീഴടങ്ങില്ലെന്ന് പറഞ്ഞ A. വിജയരാഘവൻ മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. കേരള ഗവൺമെന്റിന് അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ അതിൻ്റെ അടിവേറുക്കുന്നതിന് വേണ്ടി കളവ് കൊണ്ട് ഞങ്ങൾ ശ്രമിച്ച് ജയിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ, വർഗീയവാദികൾ, നാടിൻ്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്നവർ, അവർ ഉയർത്തുന്ന വെല്ലുവിളിയെ മുഖാമുഖം നേരിട്ടുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കീഴടങ്ങില്ല എന്ന കാര്യമാണ്.
കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിവാക്കിയപ്പോൾ ചെന്നൈയിലേക്ക് പോയ അൻവറിനെ DMKയും ഒഴിവാക്കിയെന്ന് TK ഹംസ പരിഹസിച്ചു. ലീഗിനും വേണ്ട കോൺഗ്രസിനും വേണ്ട നമ്മളെ വിട്ടും ചെയ്തു. അപ്പോഴാണ് മേപ്പെട്ട് പൊന്തിയത് മദിരാജി എന്ന് DMKനെ കണ്ടപ്പോൾ DMK അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ്, ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ എന്നെ കയറ്റൂല, പുറത്തെന്ന് പറഞ്ഞു. PK സൈനബ, CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവാദങ്ങൾക്കിടെ PV അൻവറിന്റെ വീട് സന്ദർശിച്ച് വാർത്തകളിൽ നിറഞ്ഞ നിലമ്പൂർ ആയിഷയെയും CPIM വേദിയിലെത്തിച്ചു. 24 മലപ്പുറം. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരിക്കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ഓംപ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയെന്ന കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് പോലീസ് തീരുമാനമെടുത്തു. കൊക്കൈൻ കൈവശം വെച്ചതിന് ഇന്നലെയാണ് എറണാകുളത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് ഓംപ്രകാശിനെ പിടികൂടിയത്. ഓംപ്രകാശ് താമസിച്ചിരുന്ന റൂമിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP KS സുദർശൻ. ഇവർക്ക് പുറമെ 20-ലധികം പേർ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു. പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരാരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റു നടപടികൾ ചെയ്യും. കൊച്ചിയിൽ നടന്ന DJ പരിപാടിയിൽ ലഹരി കൈമാറ്റത്തിനെത്തിയതാണ് ഓംപ്രകാശ് എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഗുണ്ടാ നേതാവ് ലഹരി ഉപയോഗിച്ചത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതോടെയാണ് ഒന്നാം പ്രതി ഷിഹാസിനും ഓംപ്രകാശിനും ജാമ്യം ലഭിച്ചത്. നിലവിൽ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളൊന്നും കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. കൊക്കൈൻ അടങ്ങുന്ന പാക്കറ്റ് കണ്ടെത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. സിപ്പ് ലോക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനകത്തുനിന്ന് കൊക്കൈൻ കിട്ടുകയോ അതിൻ്റെ ക്വാണ്ടിറ്റി പോലും കസ്റ്റഡി ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിലെത്തിച്ച എളമക്കര സ്വദേശി ബിനു ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുള്ള ആളാണ് ബിനു. കൊച്ചിയിൽ നടന്ന DJ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. ലഹരി മാഫിയയും സിനിമാക്കാരുമായുള്ള ബന്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചർച്ച ശക്തമാവുകയും ചെയ്യുന്നതിനിടയിലാണ് യുവതാരങ്ങൾ നൊട്ടോറിയസ് ക്രിമിനലായ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. കയ്യാങ്കളിക്കും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച നിയമസഭ അടിച്ചുപിരിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് വാച്ച് ആൻഡ് വാർഡ് നീക്കിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിയുന്ന അപൂർവം നടപടിക്കും നിയമസഭ സാക്ഷ്യം വഹിച്ചു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. മലപ്പുറം പരാമർശം വിവാദം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. നേതാക്കൾ തമ്മിൽ നേർക്കുനേർ പോര്. ബഹളത്തിനിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്കെത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായതോടെ
അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭയിൽ നേർക്കുനേർ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ ബഹളമായിരുന്ന സഭ പിരിയും വരെ ഇരുവരും വാക്പോര് തുടർന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യം വിമർശനം തുടങ്ങിയത് മുഖ്യമന്ത്രി. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. മറുപടി ഇങ്ങനെ: അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭാ TV കട്ട് ചെയ്തു. സഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഓടിയ വഴിയിൽ പുല്ലുമുളച്ചിട്ടില്ലെന്ന പരിഹാസം. ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലെന്ന് കോൺഗ്രസ് MLA സണ്ണി ജോസഫും പ്രതികരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട, ശ്രീ വി ഡി സതീശൻ അതിന് അർഹനായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നടൻ സിദ്ദിഖ്. തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സിദ്ദിഖ് ആവർത്തിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിദ്ദിഖിന് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. 9:30 കമ്മീഷൻ ഓഫീസിലെത്തിയ സിദ്ദിഖിനെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് അയച്ചു. പിന്നാലെ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവർ കൺട്രോൾ റൂമിലെത്തിയാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇന്ന് നടന്നത്. പരാതിക്കാരിയായ നടിയെ തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ മാത്രമാണ് കണ്ടതെന്നും മസ്കറ്റ് ഹോട്ടലിൽ കണ്ടില്ലെന്നും സിദ്ദിഖ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. നടിക്കെതിരായ വാട്സപ്പ് ചാറ്റുകൾ ഇന്ന് ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല. ചോദ്യം ചെയ്യലിന് 12-ന് വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് രേഖകൾ ഹാജരാക്കാമെന്ന് സിദ്ദിഖ് അറിയിച്ചു. ആഴത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയില്ല. ഈ മാസം 22-ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ ജയസൂര്യയ്ക്ക് അന്വേഷണ സംഘം കത്ത് നൽകി. 24 തിരുവനന്തപുരം. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ. കൊയിലാണ്ടി വടകര ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കിലോമീറ്ററുകൾ ദൂരം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. നന്ദി ടൗണിൽ കടകളിൽ വെള്ളം കയറി. മേപ്പയ്യൂരിൽ കുങ്കച്ചൻ കണ്ടി നാരായണന്റെ വീടിന് ഇടിമിന്നലേറ്റു. ജനൽ ചില്ല തകരുകയും വൈദ്യുതി ഉപകരണങ്ങൾ തകരുകയും നശിക്കുകയും ചെയ്തു. ദേശീയപാതയിൽ കാട്ടിലപ്പീടികയ്ക്ക് സമീപം കാർ വെള്ളക്കെട്ടിൽ വീണു. യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മംഗളൂരുവിലെ പ്രമുഖ വ്യവസായി മുംതാസ് അലിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഹണി ട്രാപ്പ് സംഘമെന്ന പോലീസ്. യുവതിക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിയെ തുടർന്നാണ് മുംതാസ് അലി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഹണി ട്രാപ്പ് സംഘം 3 മാസം മുൻപ് മുംതാസ് അലിയിൽ നിന്ന് 50 ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇന്നലെ പുലർച്ചെ കാണാതായ മുംതാസ് അലിയുടെ മൃതദേഹം കല്ലൂർ പുഴയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. മുംതാസ് അലിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് നിർണായക വിവരങ്ങൾ. 6-അംഗ ഹണി ട്രാപ്പ് സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് മുംതാസ് അലി ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ മംഗളൂരു, സൂറത്കൽ സ്വദേശികളായ റഹ്മത്ത്, അബ്ദുൾ സത്താർ, ഷാഫി, മുസ്തഫ,
ഷുഹൈബ്, സിറാജ് എന്നിവരാണ് പ്രതികൾ. Family members of Mr. Mumtaz Ali, they were alleging that he was subject to blackmailing from the last couple of months, and some people were threatening him to pay money, otherwise his videos will be released and all these things. And based on that, we registered one crime number 150/2024 under section of extortion and other relevant sections. കേസിലെ മുഖ്യപ്രതി മുംതാസിനൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു സംഘത്തിന്റെ ഭീഷണി. ഇതിന്റെ പേരിൽ മുംതാസ് അലിയിൽ നിന്ന് 3 മാസം മുൻപ് 50 ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തു. കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രതികൾ ഭീഷണി തുടർന്നു. ഇതേ തുടർന്നുള്ള മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഒളിവിൽ പോയ പ്രതികൾക്കായി പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 ബംഗളൂരു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വീഴ്ചയുണ്ടായെന്ന് കോടതി. കുറ്റപത്രം നൽകുന്നതിലും തെളിവുകൾ ശേഖരിച്ചതിലും പിഴവുണ്ടായെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ കാസർഗോഡ് സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ CPIM BJP ഒത്തുകളിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. BJPയും CPIMും ഒത്തുകളിച്ചാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് വിധിപ്പകർപ്പ് പുറത്തുവന്നത്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഗുരുതര വീഴ്ചയുണ്ടായി. കേസിൽ 1 വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നിരിക്കെ കാലാവധി കഴിഞ്ഞ് 1 വർഷവും 7 മാസവും കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തുകൊണ്ട് കാലതാമസം നേരിട്ടു എന്നത് സംബന്ധിച്ച കാരണം ബോധിപ്പിച്ചിട്ടില്ലെന്നും വിധിയിൽ പറയുന്നു. കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചതിന് തെളിവില്ല. 2.5 ലക്ഷം രൂപ കൈപ്പറ്റിയതായും അത് മരുന്ന് വാങ്ങാനും വീട് പുനർനിർമ്മാണത്തിനുമായും ഉപയോഗിച്ചുവെന്നും സുന്ദര സമ്മതിക്കുന്നു. ഭയപ്പെടുത്തി നൽകിയ പണമാണെങ്കിൽ ഇങ്ങനെ ചെലവഴിക്കുമോ എന്ന സാമാന്യ യുക്തി പോലും അന്വേഷണ സംഘത്തിനുണ്ടായില്ല. BJPയിൽ ചേരാൻ പോകുന്നു എന്ന് സുന്ദര മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തിയതാണ്. ഇത് പരിശോധിച്ചിരുന്നെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം ചേർക്കില്ലായിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. വിധി പറയുമ്പോൾ പോലും പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാതിരുന്നത് ഇതിന്റെ ഉദാഹരണമായാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ചൂണ്ടിക്കാട്ടുന്നത്. വിധിപ്പകർപ്പിൽ പോലീസിനെതിരായ വിമർശനം ഉയർന്നതോടെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷം. 24 കാസർഗോഡ്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.